ആ ദിവസം ഷാഹിന ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹമാണ് ഇന്ന്. പക്ഷേ ഷാഹിനയുടെ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും അവളത് പുറത്തു കാണിക്കുന്നില്ല. അവൾ തൻ്റെ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് അല്പം തിരിഞ്ഞു നോക്കി. അതെ, കോളേജിൽ പഠിക്കുന്ന ആ കാലം, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിനായി. ആ മുതൽക്ക് തന്നെ ഫൈസൽ ഷാഹിനയെ കണ്ടു. അതെ, കോളേജിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള കുട്ടി ഷാഹിനയാണെന്ന് തന്നെ പറയാം. അവൾ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. സാമ്പത്തികമായിട്ട് ഒട്ടും അവർക്ക് ശേഷിയില്ലായിരുന്നു. കാരണം പിതാവ് കൂലിപ്പണിക്കാരനായിരുന്നു. മകളാണെങ്കിൽ അതീവ സുന്ദരിയും. എങ്കിലും അദ്ദേഹം ഡിഗ്രിക്ക് മകളെ ചേർത്തു. എന്നാൽ കോളേജിലേക്ക് പോകുന്ന ഷാഹിനയെ ഫൈസൽ കാണാനിടയായി. പണക്കാരനായ ഫൈസൽ. അവൻക്ക് അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആഗ്രഹം. അതെ, അവളെ എങ്ങനെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളത്. എന്നാൽ അധികം വൈകാതെ തന്നെ അവളുടെ വിവാഹാലോചന അത് നടന്നു. അതെ, അവളുടെ ബാപ്പയോട് അന്വേഷിച്ചു മകളെക്കുറിച്ച്. മകൾ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ബാപ്പ ഇത് ഫസ്റ്റ് ഇയർ അല്ലേ ആയുള്ളൂ. മോളെ നിനക്ക് കംപ്ലീറ്റ് ചെയ്യാലോ, അതൊന്നും കുഴപ്പമില്ല. കാരണം നിന്നെ വിവാഹം അന്വേഷിച്ചത് വലിയൊരു പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ അതാ ഷാഹിന പിതാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ആ ഒരു വിവാഹത്തിന് അവൾ തയ്യാറായി. അതെ, മാതാപിതാക്കൾ പറഞ്ഞാൽ പിന്നെ അത് എതിരി പ്രവർത്തിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി മനമില്ല മനസ്സോടു കൂടെ അവൾ മണവാട്ടിയായി ഒരുങ്ങി. ഫൈസൽ പുതുമണവാളനായി അവളുടെ അരികിലേക്കെത്തി. കല്യാണം വളരെയധികം ഗംഭീരമായി തന്നെ നടന്നു. എന്നാൽ പാവപ്പെട്ട വീട്ടിൽ, ഷാഹിനയുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഓഡിറ്റോറിയം ഫൈസൽ ബുക്ക് ചെയ്തു. അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാവരും ഫൈസലിനെയും അവളെയും മാറി മാറി നോക്കി. രണ്ടുപേരും നല്ല ചേർച്ച, വളരെയധികം നല്ല മനോഹരമായ ഇണക്കുരുവികൾ. അങ്ങനെ ഓരോന്ന് പറഞ്ഞു. എന്നാൽ അവളെ കണ്ടാൽ ഒരിക്കലും തോന്നില്ല അതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന്. കൊച്ചുകുടിലും അവളുടെ സ്വപ്നങ്ങളും ഇന്ന് വലിയൊരു കൊട്ടാര തുല്യമായ വീട്ടിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അങ്ങനെ അതാ അവളുടെ ആദ്യ രാത്രി. ഷാഹിന, എനിക്ക് നിന്നെ കണ്ടപ്പോഴും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്നുള്ള അതിയായ ആഗ്രഹം. ഞാൻ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു വീട്ടിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. അതൊന്നും സാരമില്ല. അതെ, നീ ഉണ്ടല്ലോ മണിമുത്ത് പോലുള്ള. നിന്നേക്കാൾ വലിയതായിട്ട് എന്ത് സമ്പത്താണ് ഉള്ളത്? നീ തന്നെ ഒരു വലിയൊരു എൻ്റെ മണിമുത്ത് രത്നമല്ലേ. അതെ, അവൻ വാ തോരാതെ അന്ന് അവളുടെ ഭംഗിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അവരുടെ ദാമ്പത്യ ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കുറച്ച് ദിവസം പോയി. എന്നാൽ പിന്നീട് പതുക്കെ ഫൈസലിൻ്റെ സ്വഭാവം അങ്ങ് മാറി തുടങ്ങുകയാണ്. എടി പെണ്ണേ, നീ ഇല്ലാത്തവളാണ്. ഇവിടെ നിനക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ന് കരുതി നീ അഹങ്കരിക്കണ്ട, മനസ്സിലായല്ലോ? ഇത്രക്കും പാവപ്പെട്ട ചെറ്റക്കുടിലിൽ ജീവിച്ച നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കി കൊണ്ടു നടക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. ആളുകളൊക്കെ എന്നെ കളിയാക്കി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് എടുക്കാളെടുത്ത് വേണമെങ്കിൽ പോയിക്കോ. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് അവൾ ഞെട്ടിപ്പോകുകയായിരുന്നു. ഫൈസിക്ക, അങ്ങ് എന്ത് പറയുന്നത്? നിങ്ങൾ തന്നെയല്ലേ എൻ്റെ പഠനമൊക്കെ മുടക്കി എന്നെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചത്? ഇപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് നീ പറ്റേ പാവപ്പെട്ട പെണ്ണായതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് എനിക്ക് ആലോചിക്കുന്നതന്നെ ദേഷ്യം തോന്നണം. ആ ഒരു ചെറ്റക്കുടിലിൽ വളർന്ന നീയെ, ആ ഒരു കൂലിപ്പണിക്കാരനായ ആളുടെ മകള്, ഞാൻ ഇത്രയും സമ്പന്നനായ ഞാൻ വിവാഹം കഴിച്ച് നിന്നെ കൂടെ കൂട്ടുക. വലിയൊരു നാണക്കേട്. അപ്പോഴത്തെ ബുദ്ധിമോശത്തിൽ എന്തൊക്കെയോ ചെയ്തു പോയി. അന്നെല്ലാവരും അടക്കം പറഞ്ഞതാണ്. ഞാനത് ആരുടെ വാക്കും സ്വീകരിച്ചില്ല. ഇപ്പം എനിക്ക് തന്നെ നിന്നെക്കുറിച്ച് ആകെപ്പാട് ടെൻഷനാണ്. ദയവായി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നൊഴിഞ്ഞു പോകണം. ഫൈസിക്ക, എന്നെ ഇനി രണ്ടാം കെട്ടുകാരിയാക്കി മാറ്റുമല്ലോ. അതെ, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തോളാം. അതെ, നീ ഇവിടുത്തെ ഒരു വേലക്കാരിയായി നിൽക്കണമെങ്കിൽ നിനക്ക് നിൽക്കാം. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയായി തുടരാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ശരിക്കും ഫൈസിയുടെ ആ ഒരു സ്വഭാവ മാറ്റം കണ്ട് വീട്ടുകാരും വരെ ചിരിച്ചുപോയി. അതെ, അവൻ എന്ത് കരുതിയിട്ടാ? വെറും സൗന്ദര്യമുണ്ടെന്ന് കരുതിയിട്ട് ഒരു പെണ്ണിനെ അങ്ങനെ കെട്ടിക്കൊണ്ടുവരാൻ പാടുണ്ടോ? അങ്ങനെ അടുക്കളപ്പണി കൊടുക്ക് അവൾക്ക്, അതാ നല്ലത്. അതെ, പഠിക്കാൻ മിടുക്കിയായിരുന്ന സുന്ദരിയായ ആ ഒരു പെണ്ണ് ഒടുവിൽ അവൾ അടുക്കളയിലേക്ക് തള്ളപ്പെടുകയാണ്. എന്നാൽ അതിനിടയിൽ ഫൈസൽ മറ്റൊരു പെണ്ണുമായി അതാ പ്രണയത്തിലാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്നെ വെറുത്തതെന്ന് അവൾക്ക് തോന്നി.
അതെ, രാത്രി കിടക്കുമ്പോൾ ഫോൺ കോള്. അതെ, തൻ്റെ ഭർത്താവിനെ ആരോ വിളിക്കുന്നു, സംസാരിക്കുന്നു. ശരിക്കും അവളാകെ വിഷമത്തിലായി. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അതെ, തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായി വളരെയധികം ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്. വിവാഹക്കാര്യത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഇത് നേരിൽ കാണുന്ന അവൾ പറയുന്നു, ഫൈസിക്ക, നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ആരോടാ നിങ്ങൾ സംസാരിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരടി? എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് നീ അത് ചോദിക്കണം എന്തിനാ? എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, അത് നീ ചോദിക്കേണ്ട ആവശ്യമില്ല. ഫൈസിക്ക, എന്നെ ഉപദ്രവിക്കല്ലേ. എന്നാൽ അവളുടെ നേരെ അവൻ്റെ കൈ ആങ്ങിയൊങ്ങി വീശു. അതെ, ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ അവൾക്ക് നേരെ. അവളെ ചവിട്ടി അരക്കുവാൻ അയാൾ ശ്രമിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. വെറും പാപ്പരായ നിന്നെയാണല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ടുവന്നത്. പക്ഷെ അവളുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊന്നും അവൾ പുറത്തു പറഞ്ഞില്ല. ഭർത്താവിൻ്റെ ക്രൂര പീഡനത്തിന് ഇരയായിക്കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. എന്നാൽ ഒരു ദിവസം അവൾ ആ കാഴ്ച കണ്ടു. അതെ, തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അവൾ വരുന്നു. ജാസ്മിൻ എന്നായിരുന്നു അവളുടെ പേര്. ജാസ്മിനെ കണ്ടതും ഫൈസൽ വാവ് മൈ ഡിയർ ഡാർലിംഗ് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കുന്നതും അത് ഷാഹിനയ്ക്ക് കണ്ട് സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, കാണാൻ കഴിയുന്നില്ലല്ലോ. അതെ, അവർ ആ മുറ്റത്തുള്ള ഗാർഡനിലെ ആ ഒരു ബെഞ്ചിലിരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം കണ്ട് പാവം ഷാഹിന കണ്ണീർ വാർക്കുകയായിരുന്നു. അവൾ ഇരുന്ന് കരയുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഫൈസൽ പറയുന്നു, കൊണ്ടുവാടി ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. എന്നാൽ അവൾ അവിടുത്തെ ഒരു വേലക്കാരിയുടെ റോളിൽ തന്നെയായിരുന്നു. അപ്പോഴും അവൾ അവർക്കുള്ള ഫുഡെല്ലാം കണ്ണീരോടെ കൊടുത്തു. എന്താണിത്? ഇത് ഉപ്പില്ല മുളകില്ല, ഇത് എന്ത് സാധനം എന്ന് പറഞ്ഞ് ഫൈസൽ അവളുടെ നേർക്ക് തന്നെ ആ ഒരു പ്ലേറ്റ് എടുത്തെറിഞ്ഞു. എന്താ ഫൈസി ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ? വേണ്ട, കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഈ ഡ്രിങ്ക് കഴിക്ക്. ജാസ്മിൻ വളരെയധികം ഫാഷൻ്റെ ആള്, ചെറിയ ഡ്രസ്സ്, ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫൈസലിൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നതാണ്. കാരണം ഒന്നുമല്ല, അവൻ്റെ കയ്യിൽ പൂത്ത പണമാണുള്ളത്. ആ പണത്തിൽ അവളങ്ങ് വീണു പോവുകയായിരുന്നു. എന്നാൽ അവരുടെ ആ ഒരു കുറുകലും സംസാരവും അവരുടെ ആ ഒരു സല്ലാപവും എല്ലാം കണ്ട് സഹിച്ചു നിൽക്കാൻ ഷാഹിനക്കായില്ല. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. കൊണ്ടുപോയി ബാക്കി പാത്രങ്ങളൊക്കെ എടുത്തിട്ട്. അത് അവിടേക്ക് എറിഞ്ഞു പൊട്ടിച്ച ആ ഒരു പ്ലേറ്റിൻ്റെ ചില്ലുകൾ അവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നു. പാവം കണ്ണീരോടെ ഷാഹിന അതെല്ലാം എടുത്തു കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നു. റബ്ബേ, അല്ല, സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഫൈസലും അവളും കൂടെ ഒരു കാറിൽ തിരിച്ചു പോവുകയും ചെയ്തു. പഠിച്ചോനെ, ഇനി ഇവിടെ നിന്നാൽ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും. അവളാകെ വിഷമിച്ചു. എന്നാൽ ഉമ്മയൊന്ന് അവളെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. സങ്കടങ്ങളെല്ലാം അവൾ മനസ്സിൽ വെച്ചു. അവൾ വിതുമ്പിക്കരഞ്ഞു. ഇനിയാവില്ല, വീട്ടിലേക്ക് പോകാം, അത് തന്നെ. എന്നാൽ അന്ന് രാത്രി ഒരുപാട് വൈകിയാണ് ഫൈസൽ എത്തിയത്. തുറക്കടി വാതിൽ, നിന്നോടാരാ വാതിലടച്ചിടാൻ പറഞ്ഞ? ഇറങ്ങടി എൻ്റെ റൂമിൽ നിന്ന്. നീ എന്താ എൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങ്? ഇറങ്ങിപ്പോടി. എത്രയൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നീ ഇറങ്ങി പോകുന്നില്ലല്ലോ അല്ലേ? ഇത്രക്കൊരു ലക്ഷണം കെട്ട സാധനം എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണരുത്, ഇറങ്ങിപ്പോകാനാ നല്ലത്. എന്നാൽ താഴെ നിന്നും ഉമ്മ വിളിച്ച് പറയുന്നു, എന്തിനാട്ടെ ഈ നട്ടപ്പാതിരാക്കി ഇറക്കി വിടണേ? നമുക്ക് പകലണ്ട് കൊണ്ടുപോയിട്ടൂടെ? ജി നട്ടപ്പാതിരാൻ കാത്തുക്കണോ? ഉമ്മയുടെ അടിയിൽ നിന്നുള്ള സംസാരം. ഫൈസൽ ദേഷ്യത്തോടെ അവളെ കോണിപ്പടിയിലൂടെ വലിച്ചിഴച്ചു. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പോയിക്കോളാം, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പോയിക്കോളാം. എന്നാൽ ആ നട്ടപ്പാതിര രാത്രിയിൽ അവളെ അതാ അവൻ വലിച്ചഴച്ച് പുറത്തേക്കിട്ടു. ഇനി എൻ്റെ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോകണം, ഒരിക്കലും നിന്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ ഒരു ബൂട്ട് അവളുടെ മുഖത്തേക്ക് അവൻ ആഞ്ഞു ചവിട്ടുന്നു. വേണ്ടടാ, കൊല്ലാണ്ട് അവിടെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഉമ്മയുടെ ആജ്ഞയും. അങ്ങനെയതാ ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് ഷാഹിന പടിയിറങ്ങുന്നു. നിറഞ്ഞ മിഴികളോടെ, കൈകാലുകൾ മുഖമെല്ലാം മുറിവാണ്. അവൻ അടിച്ചിട്ടും തൊഴിച്ചിട്ടും അതെ, നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ അതാ ആ പാതിരാത്രി അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പാവപ്പെട്ട എൻ്റെ പിതാവ് ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ അവൾ അതാ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ അവിടെ ആ ഒരു ബെഞ്ചിൽ അവൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ സുന്ദരിയായൊരു പെണ്ണ് ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ കിടക്കുന്നത് അതാ ഒരു യുവാവ് കാണുന്നു.
കുട്ടി, ഏയ് കുട്ടി, ഇവിടെ എന്താ കിടക്കുന്നത്? അത് ഇവിടെ ഇപ്പോൾ പല സാമൂഹ്യദ്രോഹികളും വരും. എന്താ കുട്ടി ഇവിടെ കിടക്കുന്നത്? അത് സുന്ദരനായ ഒരു യുവാവ് അവളുടെ മുമ്പിലേക്ക് വരുന്നു. ഞാൻ ഞാൻ എന്താ കുട്ടിയുടെ മുഖത്തൊക്കെ ആകെ വീങ്ങി മുറി പോലെ എവിടുന്ന വരുന്നത്? കണ്ടിട്ട് നല്ലൊരു പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്ന പോലെയുണ്ടല്ലോ. കുട്ടി എന്താ ഇവിടെ കിടക്കുന്നത്? എന്നാൽ അവൾ അവളുടെ വിഷമങ്ങൾ പങ്കുവെക്കണോ വേണ്ടിയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷേ വീണ്ടും അദ്ദേഹം പറഞ്ഞു, കുട്ടി ഇവിടെ കിടക്കണ്ട, മറ്റെങ്ങോട്ടെങ്കിലും പോയി മാറി നിന്ന് കിടക്ക്. ഇവിടെ ഒരുപാട് സാമൂഹ്യദ്രോഹികൾ വരും, കുട്ടിനെ കണ്ടാൽ വലിച്ചു കയറലായിരിക്കും, പ്രത്യേകിച്ച് കുറച്ച് സുന്ദരിയായ പെൺകുട്ടിയെ. അത് ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ സഹതാപം തോന്നി, അതാണ്. ശരിക്കും അവൾക്ക് തോന്നിപ്പോയി, റബ്ബേ, ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരിക്കുമോ? എന്താ കുട്ടിയുടെ കാര്യങ്ങൾ വിഷമങ്ങൾ പറഞ്ഞാൽ ഞാൻ പോലീസിലൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചൊക്കെ സെറ്റാക്കാം, നോ പ്രോബ്ലം, പറഞ്ഞോളൂ. എന്താ, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഒറ്റപ്പെട്ടു? എന്നാൽ അവൾ കഴിഞ്ഞ കഥകളെല്ലാം അവനോട് പറഞ്ഞു. എൻ്റെ പേര് ഷാജഹാൻ, എന്നെ ഷാജു എന്ന് വിളിക്കും. ആ പിന്നെ ഷാഹിന, ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ കിടക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറയാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്താൽ അവരവനെ പൊക്കിക്കോളും. വേണ്ട, അതൊക്കെ വലിയ വലിയ ടീമാണ് അവരൊക്കെ. എത്ര കേസ് കൊടുത്താലും ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ അവർക്ക് കഴിയുമായിരിക്കും. വേണ്ട. അല്ല ഷാഹിന, ഏതുവരെ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു, അതിനിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. ഓ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ജോലി അറിയോ? എനിക്ക് ടൈലറിങ് അറിയാം. ഓ അങ്ങനെ, എനിക്ക് ചെറിയൊരു ബിസിനസ്സുണ്ട് ഡ്രസ്സിൻ്റെ. അതായത് ഷാഹിനയ്ക്ക് ഞാൻ തുണികൾ നൽകി തന്നാൽ ഷാഹിനത് തയ്ച്ച് ഡ്രസ്സാക്കി തരുമോ? ആ, അതൊക്കെ എനിക്കറിയാം. എന്തൊക്കെ തയ്ക്കാൻ കഴിയും? ഞാൻ ചുരിദാർ, അതുപോലെ ഫ്രോക്ക്, അങ്ങനെയുള്ള ലേഡീസ് ഡ്രസ്സുകളൊക്കെ ഞാൻ ചെയ്യും, ഡിസൈൻ ചെയ്യുകയും ചെയ്യും. എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങും ഒത്തിരി ഇഷ്ടമായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വിവാഹം കഴിഞ്ഞതോടുകൂടി പഠനവും അതെല്ലാം മുടങ്ങി. ഓ അങ്ങനെ. ഷാഹിന, നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് എനിക്കൊരു ഷോപ്പുണ്ട് അവിടെ. ഞാൻ നിനക്ക് കുറച്ച് ഡ്രസ്സുകൾ തയ്ച്ച് തരാൻ, തുണിയായി എത്തിച്ചു തരാം. തയ്ച്ച് തരാൻ കഴിയുകയാണെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാം. എന്താ, പറ്റുമോ? അപ്പോൾ തന്നെ അവൾ പറയുന്നു, ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം. അങ്ങനെ ഏതാ ബാംഗ്ലൂരിലേക്കുള്ള ആ യാത്രക്കാരൻ അവിടെ നിന്നു. അവൾക്ക് അയാൾ ഒരു ചെറിയൊരു റൂമും ഒരു മെഷീൻ ഹാളും സെറ്റാക്കി കൊടുത്തു. അതെ, എന്നാൽ അവിടെ ഇരുന്ന് അയാൾ കൊണ്ടുവരുന്ന തുണികളെല്ലാം തയ്ക്കാൻ തുടങ്ങി. നല്ല മനോഹരമായ ഫ്രോക്കുകളും മനോഹരമായ ചുരിദാറുകളും അവൾ ധരിച്ചു. അതെല്ലാം അതാ സെയിലായി തുടങ്ങി. അയാൾ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിലേക്ക് എത്തിച്ചു. എന്നാൽ വളരെയധികം പെട്ടെന്നായിരുന്നു അവൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഫാഷൻ വസ്ത്രങ്ങൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതെ, ആ വസ്ത്രം കണ്ട് പലരും ചോദിച്ചു, ഇതിൻ്റെ ന്യൂ സ്റ്റോക്ക് ഉണ്ടോ? എന്നാൽ അവൾ കൊടുത്ത കുറച്ച് ഡ്രസ്സുകൾ ടെക്സ്റ്റൈൽസിലും കൊടുത്തു. പെട്ടെന്ന് തന്നെ അത് സെയിലാവുകയും അതുപോലെ ഓൺലൈനിൽ അദ്ദേഹം ബിസിനസ് കുറച്ചധികം ചെയ്യുകയും ചെയ്തു. എന്നാൽ വളരെയധികം സ്റ്റോക്ക് ഔട്ട് ആകുന്ന അവസ്ഥയായിരുന്നു. വളരെയധികം പെട്ടെന്നാണ് അവളുടെ സാധനങ്ങൾ വിറ്റുപോകുന്നത്. ശരിക്കും അവളോട് വന്ന് പറഞ്ഞു, ഷാഹിന, സത്യം പറഞ്ഞാൽ എൻ്റെ ബിസിനസ് ലോകത്ത് നിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് വളരെയധികം ഉഷാറായി പോകുന്നുണ്ട്. കാരണം ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ എല്ലാവരും വീണ്ടും വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരുമോ ചോദിക്കാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നീ ഡ്രസ്സുകൾ തയ്ക്കണം. അതായത് ഒരുപാട് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, എന്ത് ചെയ്യണം? എന്നാൽ അവൾക്ക് അഭിമാനം തോന്നി. കാരണം റബ്ബേ, ജോലി ചെയ്ത് ഞാൻ ജീവിക്കുകയാണല്ലോ, അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ നല്ലൊരു തുക അവൾക്ക് അതാ ഷാജഹാൻ നൽകുകയും ചെയ്തു. എന്നാൽ അവൾക്ക് തോന്നി തൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഇതിനെക്കുറിച്ച് ഒന്ന് പറയണം എന്നൊക്കെ. കാരണം അവരുടെ വിചാരം ഞാനിപ്പോഴും അതെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, ഫൈസലിൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്നുള്ള വിചാരമായിരിക്കും. പക്ഷേ അയാൾ എന്നെ ക്രൂരമായി പീഡിപ്പിച്ച് പുറത്താക്കി വരുന്നു. വീട്ടിൽ ഞാൻ അറിയിച്ചിട്ടില്ല, കാരണം അവരെ വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ട്. ഷാഹിന ഓർത്തു, അതെ പഠിച്ചോനെ, എത്ര പെട്ടെന്നാണ് എനിക്ക് എൻ്റെ ഡ്രസ്സുകളെല്ലാം വിറ്റു പോകുന്നത്. എന്നാൽ ഒരു ദിവസം അതാ ഷാജഹാൻ വന്നു പറഞ്ഞു, ഷാഹിന, ബാംഗ്ലൂരിലേക്കൊന്നും പോയി ബിസിനസ് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിൽ ചെയ്താൽ അവിടെ എനിക്ക് ആളുകളുണ്ട്, ഒരുപാട് ഓർഡർ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിനക്കൊറ്റയ്ക്ക് കഴിയില്ല മാനേജ് ചെയ്യാൻ. ആയിരക്കണക്കിന് ഓർഡറുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ നല്ല രീതിയിൽ ഫാഷൻ ഡിസൈനിങ്ങോട് കൂടി വസ്ത്രം സെറ്റാക്കുമ്പോഴേ അത് പലർക്കും വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നിൻ്റെ ഹാൻഡ് വർക്കുകളൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്.
ഷാജഹാനും വല്ലാത്ത അഭിമാനം തോന്നി. പാവപ്പെട്ട പെൺകുട്ടിയാണ്, അതെ, അവളെ ഇനിയും വളർത്തണം. പിന്നെ ഷാഹിന, നമുക്ക് ഈ സൗകര്യം പോരാ, കുറച്ചുകൂടി വലിയൊരു സ്റ്റാൾ സെറ്റാക്കണം, അതിൽ കുറച്ചുകൂടി മെഷീനറീസും വാങ്ങണം, പിന്നെ അതിലേക്ക് കുറച്ച് ജോലിക്കാരെ കൂടി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നീ പറഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താലേ, അവരത് സ്റ്റിച്ച് ചെയ്താലേ അത് ഓക്കെ ആവുമല്ലോ. ശരിക്കും അവൾ തന്നെ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, ഞാൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡ്രസ്സുകൾക്ക് ഇത്രയധികം ഫാൻസോ? അപ്പോൾ ശരിയാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആളുകൾക്ക് ജോലി കൊടുത്താൽ അത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ ഏതാ ടൈലറിങ് അറിയുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് എൻക്വയറി വന്നു. അങ്ങനെ ഏതാ സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ള പെൺകുട്ടികളെയെല്ലാം അവൾ ജോലിക്കെടുത്തു. ശരിക്കും ആ ഒരു സ്ഥാപനം പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഒരു ദിവസം അതാ ഷാജഹാൻ വന്ന് പറഞ്ഞു, നമുക്ക് ഇതിന് ശരിക്കൊരു കറക്റ്റ് പേരില്ല, എൻ്റെ പഴയ പേരിലാണിത് അറിയപ്പെടുന്നത്, പക്ഷേ നമുക്ക് നല്ലൊരു പേര് കൊടുക്കണമല്ലോ ഇതിന്. ഷാഹിന് പറഞ്ഞു, ഷാജഹാൻ, നിങ്ങളൊരു പേര് നിർദ്ദേശിച്ചോളൂ, നിങ്ങളല്ലേ എന്നെ നിലക്ക് എത്തിച്ചത്. അല്ല മോളെ, നിൻ്റെ കൂടി കഴിവാണ് ഇത് നമ്മളെ വിജയിപ്പിച്ചത്. ആ, കുഴപ്പമില്ലെങ്കിൽ ഷാഹി ഡിസൈൻസ് എന്ന് എഴുതിക്കൂടെ, നമുക്ക് ചേർത്തൂടെ ആ പേര്? അവൾ ഒരു നിമിഷം, അതൊക്കെ വേണോ? അതെ, എന്നാൽ നമുക്ക് രണ്ടു പേർക്കും അങ്ങനെ ആക്കാം. എൻ്റെയും നിൻ്റെയും പേരിലെ അക്ഷരത്തിലെ ആദ്യത്തെ ഷാ എന്ന അക്ഷരം. ശരിക്കും അവൾക്ക് സന്തോഷമായി. അങ്ങനെ ആയപ്പോൾ അങ്ങനെ ഏതാ വലിയ ഷാഹി ഡിസൈൻസ് എന്ന് പേരുള്ള വലിയൊരു സ്ഥാപനം അവിടെ ഉണ്ടാവുകയാണ്. അതിൽ ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കുകയും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലിയൊക്കെ കൊടുത്ത് നല്ല സെറ്റായി. അടിപൊളി ഷാഹി ഡിസൈൻസിലുള്ള ഡ്രസ്സുകൾക്കായി നല്ല തിരക്കായി. അത് ഒരുപാട് ഷോപ്പുകളിലേക്ക് അവർ ഓർഡർ പിടിച്ചു. അങ്ങനെ ഷാഹി ഡിസൈൻസിൻ്റെ വലിയൊരു സ്ഥാപനം കൂടി തുടങ്ങണം എന്നുള്ള ചിന്തയായി ഷാജഹാന്. അതിനുവേണ്ടി ഷാജഹാന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുകയും ഷാഹിനെയും തന്നെ ഒരു ഇടതടവില്ലാതെ റെസ്റ്റില്ലാതെ അവരുടെ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ഷാഹിനയുടെ ഭർത്താവായ ഫൈസൽ, അതെ, ആ പെണ്ണുമായി വളരെയധികം അടുപ്പത്തിലായിരുന്നു. നല്ല പണം ഉണ്ടായിരുന്നു. വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ മാനേജറായിരുന്നു ഫൈസൽ. അതിലവൻക്ക് പാർട്ട്ണർഷിപ്പും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അതെ, അവൻ നല്ല പണക്കാരനായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷാഹി ഡിസൈൻസിനെ കുറിച്ച് അവൻ കേട്ടിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് തൻ്റെ ഭാര്യയാണ് അതിൻ്റെ പിന്നിലെന്ന് ഒരിക്കലും അറിഞ്ഞില്ല. ഷാജഹാൻ അവളോട് പറഞ്ഞു, ഷാഹി, നീ ഭാഗ്യവതിയാണ്. അത് എത്ര ഷോറൂമുകളാണ് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാനായി പറ്റുന്നത്. ആ, പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ആ ടെക്സ്റ്റൈൽസ് സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടേതാണ്. നമുക്ക് അതെ, അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ ഷാഹി ഡിസൈൻസും വളർത്തണം. അതൊക്കെ വേണോ? നമുക്ക് ഈ ചെറുതായിട്ടൊക്കെ പോരെ? എങ്ങനെ പെണ്ണെ, ആളുകൾ ഓർഡറൊക്കെ പെട്ടെന്ന് തന്നു കഴിഞ്ഞാലും ഡ്രസ്സിന് തിരക്കായി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാനാ? ഷാജഹാൻ അവളോട് തമാശ രൂപത്തിൽ പറഞ്ഞു. എന്നാൽ ഇത്രയൊക്കെ പണമുണ്ടായിട്ടും എന്തൊക്കെയുണ്ടായിട്ടും നമ്മുടെ ഷാഹിന സാധാരണത്തെ രീതിയിൽ തന്നെയായിരുന്നു. നല്ലൊരു പഴയ കോട്ടൺ ചുരിദാറൊക്കെ ധരിച്ച് അവൾ തന്നെ അങ്ങാടിയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങി വരികയും മീൻ വാങ്ങുകയും ഒക്കെ അവൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അവൾ ഒരിക്കൽ പോലും ആഡംബരം കാണിച്ചില്ല. അതിനിടയിൽ അവളുടെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ അവൾ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്കും സമാധാനമായി മകളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു ദിവസം അവളതാ അങ്ങാടിയിലേക്ക് പച്ചക്കറി വാങ്ങുവാൻ വേണ്ടി വന്ന് പച്ചക്കറി വാങ്ങി തിരിച്ച് മനോഹരമായ ഒരു ഓടി കാറ് അതാ നേരെ അവളുടെ അടുത്ത് വന്ന് ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് ഒരാൾ തല പുറത്തേക്കിട്ട്, ആഹാ ഷാഹിന, നീ ഇപ്പോഴും ഈ പച്ചക്കറിയൊക്കെ ഇട്ട് നടക്കുകയാണോ? ബെസ്റ്റ്. പഴയ ചുരിദാറും പഴയ ഒരു കോലത്തിൽ നിനക്ക് ഇനിയും മാറാനായിട്ടില്ലേ? അതേ, ഒരു കാര്യം പറയാണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഒരു നിമിഷം മനസ്സിലായി, അതെ, അത് അവളുടെ ഭർത്താവാണ് എന്ന്. എന്നാൽ അപ്പുറത്തെ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ അതാ ജാസ്മിൻ അവൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുകയാണ്. അതേ, ഞാനും ജാസ്മിനും തമ്മിലുള്ള കല്യാണമാണ്, അപ്പോൾ നീ നേരത്തെ കാലത്തെ വരണം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കടലാസ് അവളുടെ നേരെ നീട്ടി. ഇത് ക്ഷണക്കത്താണ്, ഇനി ഇത് വല്ല വേസ്റ്റ് കടലാസെന്ന് വിചാരിച്ചിട്ട് അടുപ്പിലൊന്നും കൊണ്ടുവരണ്ട. ഇത് എൻ്റെയും അവളുടെയും വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത്. പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ സഫ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ ഇത് നടക്കുന്നത്. അപ്പോൾ നീ എന്തൊക്കെ തന്നെയാലും വരണം. കുറച്ച് നേരത്തെ കാലത്തിന് വന്നോണ്ടി, കാരണം എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. ഇതായിരുന്നു എൻ്റെ ദരിദ്രവാസി ആദ്യ ഭാര്യ എന്നുള്ള ഇത്. എന്തായാലും വാ. എന്നാൽ അത് കേട്ട് ജാസ്മിൻ അതാ ഫൈസലിൻ്റെ കവിളിലൊന്ന് നുള്ളി. എന്തേ കാണിക്കുന്നു, എന്തൊക്കെ പറയുന്നത്? എന്തായാലും വരണം കേട്ടോ ഞങ്ങളെ കല്യാണത്തിന്, അവളും കൊഞ്ചിക്കൊണ്ട് അത് പറഞ്ഞു.
എന്നാൽ ഷാഹിനയുടെ കണ്ണുനീർ അത് നിറഞ്ഞു കവിളിലൂടെ അതൊലിച്ചിറങ്ങി. എടീ, പിന്നെ ഈ കോലത്തിലൊന്നും വരില്ലട്ടോ. എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സെങ്കിൽ ഇട്ട് വാ. ഈ പഴയ ഡ്രസ്സൊന്നിട്ട് എന്നെ നീ അപമാനിക്കരുതേ എന്ന് പറഞ്ഞ് ഫൈസൽ വീണ്ടും അവളെ കളിയാക്കി. അവൾ കണ്ണീരോടെ ആ ഒരു കടലാസ് നോക്കി. അതെ, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നു. ശരിക്കും അവരുടെ രണ്ടുപേരുടെയും കെട്ടിപ്പിടിച്ചുള്ള ഒരു ഫോട്ടോയായിരുന്നു അതിൽ കൊടുത്തിരുന്നത്. ഫൈസൽ വിത്ത് ജാസ്മിൻ. അതെ, ശരിക്കും അവൾക്ക് കൈകൾ വിറച്ചു പോയി. റബ്ബേ. പക്ഷേ ഷാഹി ഡിസൈൻസ് വളർന്നതും ഒന്നും അവൻ കാര്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ ആ രാത്രി വല്ലാതെ വിഷമിച്ചു. കാരണം തന്നെ എത്ര സ്നേഹത്തോടു കൂടി കല്യാണം കഴിച്ചതായിരുന്നു എൻ്റെ ഭർത്താവ്. പക്ഷെ തന്നെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. സാരമില്ല, അതൊക്കെ പഠിച്ചും കൊടുത്തോളും. അവൾ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങളെല്ലാം ആ രാത്രി അവളുടെ കണ്ണിലൂടെ നിറഞ്ഞൊഴുകി. പക്ഷേ അവൾ വിചാരിച്ചു, ഇല്ല, ഞാൻ തോൽക്കാൻ പാടില്ല. അതെ, ഭർത്താവിൻ്റെ പീഡനങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടിയും തോൽക്കാൻ പാടില്ല. എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെ മുമ്പിൽ. അവൾ അവളുടെ മനസ്സിനുള്ളിലുള്ള ആശയങ്ങളെല്ലാം ഒന്നുകൂടി കൂടുതൽ മെച്ചപ്പെടുത്തി. ഷാജഹാൻ അവളെ വിളിച്ചു. ഷാഹി, പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ. ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം ഞാൻ ചെയ്യാം. അങ്ങനെ അതാ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു. നല്ലൊരു വലിയ സ്ഥാപനമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാഹി ഡിസൈൻസ്. എന്നാൽ ഈ സമയം ജാസ്മിനും ഫൈസലും വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹകാര്യത്തെക്കുറിച്ചും ഫംഗ്ഷനെ കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുകയായിരുന്നു. ഈ നാടറിയുന്ന വലിയ കല്യാണമാക്കണം എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷണിക്കുന്ന പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കുവാൻ വേണ്ടി എല്ലാം പണമിറക്കി ഒരുപാട് കളിച്ചു അവൻ. സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറും പാർട്ട്ണറുമായ അവൻ അതെ ഒരുപാട് പണം അതിനുവേണ്ടി ആ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം വലിയൊരു വിവാഹമാക്കണം എന്നതായിരുന്നു അവർ ആഗ്രഹിച്ചത്. ശരിക്കും അത് കണ്ട് ഷാഹിന ഞെട്ടണം എന്നുള്ളൊരു ചിന്തയും അവനിലുണ്ടായിരുന്നു. അതെ, അവൾ കല്യാണത്തിന് വരും, വരാതിരിക്കില്ല. എന്നാൽ ഈ സമയം അതാ ഷാജഹാന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. അല്ല ഷാഹി, നിനക്ക് കല്യാണമല്ലേ? എനിക്കും കിട്ടി ഇൻവൈറ്റ് കാർഡ്. എനിക്കും കിട്ടി. സാരമില്ല മോളെ, എന്നാലും നീ വിജയിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നീ കരയാൻ പാടില്ല. നീ ഇനിയും വിജയിക്കേണ്ടവളാണ്. ഒരിക്കൽ പോലും അവൻ്റെ മുമ്പിൽ നീ താഴ്ന്നു കൊടുക്കരുത്. വിവാഹത്തിന് പോകണം. ഞാൻ വിവാഹത്തിന് പോകാനോ? അതെ, നീ വിവാഹത്തിന് പോകുക തന്നെ വേണം. അവരുടെ ബിസിനസ്സിൽ അവർക്ക് കോടികൾ കിട്ടിക്കൊണ്ടിരുന്നു. ഷാഹിനയോട് ഷാജഹാൻ പറഞ്ഞു, നീ വിഷമിക്കരുത്. നല്ല രീതിയിൽ വിവാഹത്തിന് പങ്കെടുക്കുക തന്നെ വേണം. അതെ, നിന്നെ പുറത്താക്കി ചവിട്ടിയരച്ച അവൻ്റെ മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണം. എന്നാൽ ഈ സമയം സന ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതായത് ഫൈസലിൻ്റെ കമ്പനിയിൽ ചെറിയൊരു തകർച്ച വന്നുകൊണ്ടിരിക്കുന്നു. ആ കമ്പനി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ബിസിനസ്സുകാരെ തേടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്രക്കും വലിയ സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആ വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ആ ഷാജഹാൻ ആ നിമിഷം പറഞ്ഞു, അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ ശരിക്കും ഈ വിവരം ഷാഹിനിയോട് പറഞ്ഞു. അല്ല, ഇത്രക്കും വലിയ ആ ഒരു അതിനെന്താ, ഇന്ന് നമുക്ക് അതല്ല അതിനപ്പുറമുള്ള ആസ്തിയുണ്ട് നമുക്ക്. എന്നാൽ ആ വിവാഹ സദസ്സിൽ വെച്ച് തന്നെ അവിടെ നിന്ന് അത് സൈൻ ചെയ്ത് അതെല്ലാം അവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങണം. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കാം. അങ്ങനെ അതിൻ്റെ മെയിൻ ആളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. സന ഗ്രൂപ്പ് ഓഫ് കമ്പനി അവർ ഏറ്റെടുക്കാം എന്നും പറഞ്ഞ് സൈൻ ചെയ്തു. അങ്ങനെ വിവാഹത്തിൻ്റെ ദിവസമാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഫൈസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. കൂടെ ജാസ്മിനും. ജാസ്മിൻ വളരെയധികം വിലപിടിപ്പുള്ള ഏറ്റവും മനോഹരമായ ഡയമണ്ട്സ് വരെ പതിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ശരിക്കും ഫൈസലിൻ്റെ കൈകളിൽ തൂങ്ങി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റേജിൽ പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടയ്ക്കിടെ അവൻ നോക്കുന്നുണ്ട്, അത് വരുന്നുണ്ടോ ഷാഹിന എന്നറിയാൻ വേണ്ടിയിട്ട്. അത് അവൾ ആ പഴയ ഡ്രസ്സിൽ വന്നിട്ട് വരും, എന്നിട്ട് അവളെ ഒന്ന് അപമാനിക്കണം ഈ സ്റ്റേജിൽ ഇട്ടുകൊണ്ട്. എൻ്റെ ആദ്യ ഭാര്യയാണ് ഇത്. ഇവള് വളരെയധികം മോശമായ സാഹചര്യത്തിലായതുകൊണ്ട് അവളെ ഒഴിവാക്കിയതാണ്. ഇതാണ് എൻ്റെ പുതിയ ഭാര്യ എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പ്ലാനിങ് ഫൈസലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഷാജഹാൻ അതെല്ലാം പരിശോധിച്ച് ആലിയോട് പറഞ്ഞു, അതെ, ഈ സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെയാണിത്. ഇതിലുള്ള
കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ മാനേജർ പോസ്റ്റിലേക്കൊക്കെ ഒരുപാട് ക്യാഷൊക്കെ ഇതിൽ നിന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. ഇത് അനധികൃതമായി എടുത്തതാവാനാണ് ചാൻസ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അവിടുത്തെ ബോസിനോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ തന്നെ അവർ അതുമായി ബോസിൻ്റെ അരികിലെത്തി കാര്യങ്ങളെല്ലാം ശരിയാണല്ലോ, അതെ, ശരിക്കും വിവാഹ ചെലവിന് വേണ്ടിയിട്ട് ഫൈസൽ ഒരുപാട് ക്യാഷ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഞാനും അവനും പാർട്ട്ണറായ സ്ഥിതിക്ക് ഒരിക്കലും അവൻ അവൻ്റെ ഇഷ്ടത്തിന് എടുക്കുവാൻ പാടില്ലായിരുന്നു. ശരിക്കും ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ളത് അത് അടച്ചു തീർക്കണമായിരുന്നു. എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് ബാക്കി ചോദിക്കാം എന്നും അദ്ദേഹം വിചാരിക്കുകയാണ്. സന ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെറിയൊരു നഷ്ടത്തിൽ ആകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ മുതലാളി അത് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയും അത് ഷാഹി ഡിസൈൻസ് വാങ്ങുവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇന്നാണ് ആ കല്യാണ ദിവസം. വളരെയധികം മനോഹരമായ ഡ്രസ്സ് അതാ ഷാജഹാൻ തന്നെ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നു. ഷാഹി, ഈ വിവാഹത്തിന് നീ ഈ ഡ്രസ്സ് ഇടണം. ഞാനോ? ഞാനൊരു കോട്ടൺ ചുരിദാർ, അതാണ് എനിക്കിഷ്ടം, ഞാൻ അതേ ഇടാറുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് നീ ഈ ഡ്രസ്സ് ഇടണം, അതിട്ടേ മതിയാവൂ. അത് ഷാജഹാൻ, ഞാൻ ഒരിക്കൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഷാഹി, നീ ഇതിടണം എൻ്റെ ഒരു ആഗ്രഹത്തിന്. അത് പ്രയാസമല്ലേ? എന്ത് പ്രയാസം? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഷാഹി. അന്ന് നീ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ആ ഒരു കിടപ്പ്, അത് നീ തുടർന്ന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, അതെ, ഷാജഹാൻ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു എന്ന്. ആ നിമിഷം തന്നെ ഷാജഹാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആവാട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ഷാഹിനക്ക് വല്ലാത്ത വിഷമമായി. അവൾ ആ മനോഹരമായ ഡ്രസ്സ് അണിഞ്ഞു. ശരിക്കും ഷാജഹാൻ ഞെട്ടിപ്പോയി. അതെ, വളരെയധികം മനോഹരമായിരിക്കുന്നു. അവൾ ഒന്നുകൂടി സൗന്ദര്യം ഇരട്ടിച്ചിരിക്കുന്നു. ഷാഹി, നിനക്ക് നന്നായി ചേരുന്നുണ്ട് പെണ്ണെ, ഈ കണ്ണാടിയിലൊന്ന് നോക്കിക്കേ. ഷാഹി ഡിസൈൻസിൻ്റെ ഇത്രയും വലിയ ഹോണറായ നീ അങ്ങനെ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ധരിച്ചു പോകാഞ്ഞാൽ പിന്നെ എന്താ പെണ്ണെ അതിൽ രസമുള്ളത്? അതെ, ഞാൻ ഒരിക്കൽ പോലും അഹങ്കരിക്കുന്നില്ല. നമ്മൾ എവിടെ നിന്നാണ് വളർന്നു വന്നത് അവിടേക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. ഈ ഒരു ദിവസമെങ്കിലും, പ്രത്യേകിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ കല്യാണ ദിവസമാണെന്ന്, ഇന്നെങ്കിലും നീ ഒരു ഡ്രസ്സ് ഇടണം, അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്, പ്ലീസ്. അങ്ങനെ അതാ അവൻ്റെ ഇഷ്ടപ്രകാരം അവൾ ആ ഡ്രസ്സ് അണിഞ്ഞു. ശരിക്കും മനോഹരമായ ഡ്രസ്സ്. ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ കാറിൽ പോകണം കല്യാണത്തിന്. ഷാഹിന ഒന്ന് പകച്ചു. അതെ, അത് തന്നെ, അത് വേണം, അത് നിർബന്ധമായും വേണം. അങ്ങനെ അതാ വിലപിടിപ്പുള്ള ആ ഒരു കാറിൽ മനോഹരമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അതാ ഷാഹി ഡിസൈൻസിൻ്റെ ഹോണറായ ഷാഹിന ആ കാറിൽ കയറി. ഇൻസെറ്റിലായിട്ട് ഷാജഹാനും കയറി. ഡ്രൈവറോട് വണ്ടി എടുക്കാൻ ആവശ്യപ്പെട്ടു. ഡ്രൈവർ, വണ്ടി എടുത്തോളൂ. അതെ, സഫ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷനും കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിലേക്ക് അതിമനോഹരമായ വിലപിടിപ്പുള്ള കാർ കടന്നു വരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, ആരായിരിക്കും ഈ കാറിൽ വരുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാവരും അത് നോക്കി നിന്നു. എന്നാൽ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ആ കാറിൽ നിന്ന് ഇറങ്ങി. തൊട്ട് പിറകിലായിക്കൊണ്ട് അതാ ഒരു കോട്ടും സ്യൂട്ടും ഇട്ട് നല്ലൊരു മുതലാളിയും. അതിൽ ആരൊക്കെയോ അടക്കം പറഞ്ഞു, അത് ഷാഹി ഡിസൈൻസിൻ്റെ ഓണറാണ്. അതെ, അവരുടെ ഡ്രസ്സുകളൊക്കെ അതിമനോഹരമാണ്. ആണോ? ശരിക്കും അവൾ ധരിച്ച പോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവോ? പിന്നെ എല്ലാ ഐറ്റംസിലുള്ളതും അവരിറക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരുടെയും കണ്ണുകൾ അതാ ഷാഹിനിയുടെ മുഖത്തേക്ക് ആയി. മനോഹരമായ പുഞ്ചിരി കൊണ്ട് അവൾ നടന്നു വരുന്നു. തൊട്ട് പിറകിലായി ഷാജഹാനും. എന്നാൽ സ്റ്റേജിലേക്കുള്ള എല്ലാവരുടെയും നോട്ടങ്ങൾ കുറഞ്ഞു തുടങ്ങി. കാരണം ഒരുപാട് ക്യാഷ് ചെലവഴിച്ച് ഉണ്ടാക്കിയ ആ ഒരു കല്യാണത്തിലെ പ്രധാന ഒരു താരമായി നമ്മുടെ ഷാഹിന അത് സ്വന്തം ഭർത്താവിൻ്റെ കല്യാണത്തിന് വേണ്ടി വരികയാണ് അവൾ. എന്നാൽ ഫൈസലാകട്ടെ പഴയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് തൻ്റെ ആദ്യ ഭാര്യ വരുന്നതും നോക്കി നിൽക്കുകയാണ്. അവളെ ഒന്ന് ഇവരുടെ ആളുകളുടെ ഇടയിൽ വെച്ച് ഒന്ന് മോശമാക്കി കളിയാക്കി വിടണം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ജാസ്മിൻ അതാ ഷാജഹാനെ തോണ്ടുന്നു. അതെ, നോക്കിക്കേ, ആരാ വരുന്നത്? ഇത്രയ്ക്കും നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ ഇവിടെ ആരാ വരാനുള്ളത്? കണ്ടില്ലേ, എല്ലാവരും അവരെ തന്നെ നോക്കുന്നു, എന്നെ നോക്കുന്നില്ല, അവരെയാണ് നോക്കുന്നത്. പെട്ടെന്നാണ് ഷാജഹാൻ അത് കണ്ടത്. ഇത് ആ മുഖഷേപ്പ് കണ്ടപ്പോൾ എവിടെയോ ഒന്ന് കണ്ട പോലെ. എന്നാൽ പെട്ടെന്നാണ് മനസ്സിലായത്, അതെ, അത് തൻ്റെ ആദ്യ ഭാര്യയാണ്. എന്നാൽ അതെ, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അങ്ങനെ ഷാഹിന സ്റ്റേജിൽ കയറി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്നാൽ സ്റ്റേജിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ അതാ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. സന ഗ്രൂപ്പ് ഓഫ് കമ്പനി അത് ഷാഹി ഡിസൈൻസിലേക്ക് വിറ്റിരിക്കുന്നു. അതെ, ഇനി അതിൻ്റെ ഹോണർ അവരായിരിക്കും. അത്രക്കും കോടിക്കണക്കിന് രൂപയുടെ ആ ഒരു
ഫാഷൻ ഡിസൈനിങ് ടെക്സ്റ്റൈൽസ്. ഇനി മുതൽ ഷാഹി ഡിസൈൻസിനോ? ഒരു നിമിഷം ആ ഒരു പേര് കണ്ടപ്പോൾ എവിടെയോ കേട്ടൊരു പരിചയം പോലെ. അതെ, ഷാഹി ഡിസൈൻസ്. അത് അത് എന്നാൽ അപ്പോഴേക്കും അവൾ സ്റ്റേജിലേക്ക് കയറി വന്ന് അവൻക്ക് ആ ഗിഫ്റ്റ് സമ്മാനിക്കുകയും ചെയ്തു. ആ ഗിഫ്റ്റിനുള്ളിൽ ഉണ്ടായിരുന്നത് അതെ, അവരുടെ കമ്പനി അവൾ വിലക്ക് വാങ്ങി എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഹോണർ ഇനി അവളായിരിക്കുമെന്നായിരുന്നു. ശരിക്കും അത് കണ്ട അവൻ ഞെട്ടിപ്പോയി. ഇത് അതെ, പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു കൊടുക്കണം, അതിനി അവളുടെ പേരിലായിരിക്കും. ശരിക്കും അത്ഭുതപ്പെട്ടു. അതെ, ഒരു പാവപ്പെട്ട ആ ഒരു പെൺകുട്ടി വളർന്ന് ഈ നിലയിലായോ എന്നിവരെ അവന് ആകപ്പാട് ടെൻഷനായിപ്പോയി. എന്നാൽ ഈ സമയം ജാസ്മിൻ, എന്താ എന്താ നിങ്ങൾ വിഷമിക്കുന്നത്? ഒന്നുമില്ല. പെട്ടെന്ന് ആ മെസ്സേജ് കാണിച്ചു കൊടുത്തു. അത് ഷാഹി ഡിസൈൻസ് ആ ഒരു ഗ്രൂപ്പ്, അതാ സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുഴുവൻ സ്ഥാപനങ്ങളും വാങ്ങിയിരിക്കുന്നു, ഇനി അവരുടെ പേരിലായിരിക്കും അത് എന്നുള്ള ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും അവളുടെ കണ്ണുകളിലും ഇരുട്ട് അടച്ചു. അപ്പോൾ ഇത്രയും പണക്കാരനായ വ്യക്തിയായ നിങ്ങൾ? എന്നാൽ ഈ സമയം അതാ അവിടെയുള്ള ആളുകളെല്ലാം ഷാഹിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മൈക്കിലൂടെ ഓരോ അതിഥികൾ വരുന്നതും പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഷാഹിന മൈക്ക് വാങ്ങി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു സന്തോഷവിവരം ഇവിടെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതായത് നമ്മുടെ സന ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതായത് വലിയ ഒരു ടെക്സ്റ്റൈൽസ് സെൻ്ററുകൾ, അത് ഇനി മുതൽ ഷാഹി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. അതെ, അതിൻ്റെ പേര് മുഴുവനും അതായിരിക്കും. ആ നിമിഷം എല്ലാവരും കൈകൊട്ടി ഉറക്കെ അതാ ആർത്ത് ചിരിച്ചു, സന്തോഷിച്ചു. എല്ലാവരും ആശീർവാദങ്ങൾ മുഴിഞ്ഞു. എന്നാൽ പലരും അതാ അവനെ കണ്ട് കൂക്കി വിളിക്കുകയും ചെയ്തു. ഇതെന്താ, അയാളെന്ന് ഇത്രയും പാപ്പരായിപ്പോയോ ഇത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഫൈസലിനെയും ജാസ്മിനെയും എല്ലാവരും കൂക്കുകയും ശരിക്കും എല്ലാവരും ഷാഹിനയെ പുകഴ്ത്തി പറയുകയും പാടുകയും ചെയ്തു. എന്നാൽ അവൻ ആകപ്പാടെ വിഷാദമായി. വല്ലാത്തൊരു, ഇത്രക്കും വലിയ, അവൾ അപമാനിക്കാൻ ശ്രമിച്ച ഈ ഒരു സ്റ്റേജ് അവൾ എന്നെ അപമാനിച്ചതിന് തുല്യമായല്ലോ. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുടെ കോളും വന്നു. അതെ, ഒരുപാട് ക്യാഷ് ഇതിൽ നിന്ന് അനധികൃതമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി നീയാണ്, നിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് നീ ഉണ്ടാക്കി തരണം. കാരണം അത് കടമാണ് നമുക്ക്. നിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അനാവശ്യ ദൂരത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നീ ഫില്ല് ചെയ്യണം. ആ ഒരു പണം പെട്ടെന്ന് അടക്കണം. ശരിക്കും അവൻ വിയർത്തുപോയി. അതെ, ആകെ പെട്ടുപോയി. എൻ്റെ ഇത്രയും വലിയ ആർഭാട വിവാഹത്തിന് വേണ്ടി ഞാൻ അതിൽ നിന്നെടുത്ത ക്യാഷിൻ്റെ കയ്യും കണക്കുമെല്ലാം അവർ ചോദിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അതെ, പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിൻ്റെ വീട് ജപ്തി ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്. അവൻ വല്ലാതെ വിഷമിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ അപ്പോഴേക്കും ഷാഹിനയ്ക്ക് അവിടെ ഒരുപാട് ഫാൻസായി മാറുകയായിരുന്നു. എന്നാൽ ഈ സമയം ജാസ്മിൻ, അതെ ഇപ്പോൾ എന്താ നിങ്ങൾ സീറോയാണോ? നിങ്ങളുടെ കയ്യിലൊന്നുമില്ലേ? നിങ്ങളുടെ പണം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ പോകുന്നത്. ഇപ്പം നിങ്ങൾ പണമില്ലാത്ത ആളായി കഴിഞ്ഞു. മാനേജർ പോസ്റ്റിൽ നിന്നും നിങ്ങളെ തള്ളിയിട്ടു. ഇനിയിപ്പോൾ എന്താ, എല്ലാം ഷാഹി ഗ്രൂപ്പ് ഓഫ് കമ്പനി അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ടും വലിയ കാര്യമില്ലല്ലോ. അതെ, മണവാട്ടിയായി വരേണ്ട ആ ദിവസം അവൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് അതാ ജാസ്മിൻ ഇറങ്ങിപ്പോവുകയാണ്. ജാസ്മിൻ, ഫൈസൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഇനി പണമില്ലാത്ത ആളെ എൻ്റെ തോളിൽ വെച്ച് കെട്ടാൻ എനിക്കാവില്ല, ഞാൻ പോകുന്നു. ജാസ്മിൻ അവളുടെ പാട്ടിന് പോയി. എന്നാൽ ഈ സമയം അവനാകപ്പാടെ വിഷമത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എടോ, ലക്ഷക്കണക്കിന് രൂപയുള്ള കോട്ടും സൂട്ടൊക്കെ വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കടോ. പലരും അയാളെ കളിയാക്കി. അയാൾ ഷാഹിനിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അതെ, അവളിന്ന് വലിയ പണക്കാരിയായി മാറിയിരിക്കുന്നു, ഞാനിന്ന് വളരെയധികം പാവപ്പെട്ടവനും മാറിയിരിക്കുന്നു. ശരിക്കും അവൻ്റെ അവസ്ഥ, എല്ലാവരും അവനെ ചീത്ത പറയുവാനും കല്ലെറിയാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഷാഹിന എല്ലാവരോടായി പറഞ്ഞു, വേണ്ട, ഉപദ്രവിക്കേണ്ട, ആരും ഒന്നും ചെയ്യണ്ട, വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. എന്നാൽ ഈ സമയം ഷാജഹാൻ നേരെ അതാ അവൻ്റെ മുമ്പിലേക്ക് വന്നു. ഹലോ, പിന്നെ ഷാഹി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറാണ് ഇന്ന് ഞാൻ. അതിൻ്റെ മെയിൻ ഓണർ ഷാഹിനിയുമാണ്. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഷാഹി ഡിസൈൻസ് ഇപ്പോൾ അങ്ങനെയായി മാറി. നിങ്ങളുടെ സന ഗ്രൂപ്പ് ഓഫ് കമ്പനിയൊക്കെ നമ്മളെടുത്തു. അതിൻ്റെയൊക്കെ പേര് അതായി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. അപമാനിച്ച് വിടണമെന്നായിരുന്നില്ലേ ലക്ഷ്യം. എന്നാൽ സോറി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അവനക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവൻ കയ്യിൽ കിട്ടിയതെടുത്ത് അവൻ എറിയുവാൻ വേണ്ടി നോക്കിയടാ. വേണ്ട,
അത് പറ്റില്ല, ഇവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി പോലീസുകാരുണ്ട്. ഷാഹിയെ നിങ്ങൾ തൊട്ടു പോകരുതീ എന്ന് പറഞ്ഞ് ഷാഹിയുടെ നേർക്ക് അവൻ അതാ പാഞ്ഞെടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ നോ, അത്രക്കും വലിയ സ്ഥാപനങ്ങളുടെ ഉടമയായ ഹോണറായ അവരെ ഒരിക്കൽ പോലും തൊടാൻ പാടില്ല. അതെ, ശരിക്കും പ്രൊട്ടക്ഷനോട് കൂടി പോലീസുകാർ അവൾക്ക് വേണ്ടി കാവലായി. എന്നാൽ ഈ നിമിഷം തന്നെ ഷാജഹാൻ ചോദിക്കുന്നു, അതെ, അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് അവളെ പുറത്തിറക്കി ഉപദ്രവിച്ചില്ലേ? അതിന് പകരമായിട്ട് അവൾ തന്നെ ഒരു തീരുമാനമെടുത്തു. ഏതൊരാണും ചവിട്ടിത്താഴ്ത്താൻ നിന്നാലും ഒരു പെണ്ണും തകരില്ല. അവൾ വിജയിച്ചു കാണിച്ചു. അവളാണ് പെണ്ണ്. ശരിക്കും അവൾ തന്നെയാണ് അവളുടെ സ്വപ്നത്തിന് തിരി തെളിയിച്ചത്. അതെ, ഇപ്പോൾ അവൾ വളരെയധികം വലിയ കോടീശ്വരിയായി മാറി. എത്ര പെട്ടെന്ന് നിങ്ങളാണെങ്കിൽ പാവപ്പെട്ടവരുമായി മാറി. അതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കാരണം ഞങ്ങൾ നിങ്ങളുടെ എത്രയോ മുകളിലാണ്, നിങ്ങൾ ഞങ്ങളുടെ കാൽ ചുവട്ടിലാണ്. പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. ഒരിക്കൽ പോലും ഞങ്ങൾ ഒരാളെ ഉപദ്രവിക്കില്ല. നിങ്ങൾ ജീവിച്ചോളൂ, പോയിക്കോളൂ, പക്ഷേ ഉപദ്രവിക്കരുത്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഈ നിമിഷം ഷാഹിനെയും അത് അവളുടെ ജീവിതത്തിലെ പഴയ ചിന്തകളിലേക്ക് കടന്നു വന്നു. തന്നെ കോണിപ്പടികളിലൂടെ ചവിട്ടി വലിച്ച് പുറത്തേക്കിട്ട ആ രംഗം അതൊന്നും മറക്കാൻ കഴിയുന്നില്ല. എത്ര പെട്ടെന്നാണ്, അതാണ് പറഞ്ഞത്, ചെറിയോൻ വലുതാവില്ല എന്നോ വലുതവൻ ചെറുതാവില്ല എന്നൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊക്കെ പടച്ചവൻ്റെ ഓരോ കളികളായിരിക്കും. ശരിക്കും അതാ ഷാജഹാൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങോട്ട് വന്നു. ആ നിമിഷം, മോനെ ഷാജഹാൻ, ഈ വേദിയിൽ വെച്ച് നമുക്ക് നിങ്ങളുടെ നിക്കാഹ് നടത്തിയാലോ? എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് ഫൈസലിന് ദേഷ്യം പിടിച്ചു. എന്നാൽ അവന് വിരൽ പിടിച്ച പശുവിനെ പോലെ ഓടാൻ നിൽക്കുമ്പോൾ, ഓടരുത്, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യണം, അതാണ് ആഗ്രഹം. അപ്പോഴേക്കും പാവപ്പെട്ട അതാ ഷാഹിനയുടെ ഉമ്മയും ഉപ്പയും വന്നു. അവിടെ ഒരു നിക്കാഹിൻ്റെ സദസ്സായി മാറി. അത് ശരിക്കും ജാസ്മിൻ്റെയും ഫൈസലിൻ്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഷാഹിനയെ അതാ ഷാജഹാനെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ശരിക്കും എല്ലാവരും അവർക്ക് മംഗളാശംസകൾ നേർന്നു. ഫൈസലിൻ്റെ വീട്ടുകാർ പുച്ഛത്തോടെ കരഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയി, കൂടെ ഫൈസലും. എന്നാൽ ഷാഹിന പറഞ്ഞു, വേണ്ട, അദ്ദേഹം ഒരുപാട് കരഞ്ഞ് വിഷമിപ്പിക്കണ്ട, അദ്ദേഹത്തിന് ജീവിക്കുവാനുള്ള വീടും സ്ഥലവും നമുക്ക് കൊടുക്കാം, ജീവിച്ചു പോയിക്കോട്ടെ. ആരെങ്കിലും ഒരിക്കലും നമ്മൾ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. ഷാഹിനയുടെ ആ ഒരു നല്ല തീരുമാനം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതാ ദാനമായി അവൾ ഫൈസലിന് വേണ്ടി ഒരു വീടും സ്ഥലവും അയാളുടെ പേരിൽ എഴുതി കൊടുക്കുന്നു. എന്നാൽ കണ്ണീരോടെ അയാൾ ഒരുപാട് ഖേദിച്ചു. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ മാറ്റങ്ങൾ, എത്ര പെട്ടെന്നാണ് ഞാൻ ചെറുതായി മാറിയത്, എത്ര പെട്ടെന്നാണ് ഷാഹിന വലുതായത്. അവൻ കണ്ണീരൊഴുക്കി. എന്നാൽ ഒരിക്കൽ പോലും ജാസ്മിൻ അവൻ്റെ അടുത്തേക്ക് വന്നില്ല. കാരണം പണമില്ലാത്തവൻ പിണമാണ്. ഷാജഹാനും ഷാഹിനയും നല്ല ജീവിതം തുടങ്ങി. അതെ, സത്യസന്ധമായ ജീവിതം.